والذي لا يموت أبدا نفعت ونسوه بألف ألف لا حول ولا قوة إلا بالله العلي العظيم. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. صدق الله العلي العظيم. കരുണാവാരിധിയായ കാരുണ്യവാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാമെ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളോടുകൂടി ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺപറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ സർവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പുണ്യ റമദാനിൽ നിന്ന് നേടിയെടുത്ത ആത്മീയമായ ചൈതന്യം നഷ്ടപ്പെടാതെ ജീവിതകാലം അത്രയും കാത്തു സൂക്ഷിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, അറിവ് എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ ഉടനീളം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അറിവ് നേടുന്നതിനെ പറ്റി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ദറജ ഉയർത്താൻ വേണ്ടി ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, അവന്റെ സ്ഥാനമാനങ്ങളും ഔദിത്യങ്ങളും കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് അറിവ് നൽകുമെന്ന് സൂറത്തുൽ മുജാദലയുടെ 11-ാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങളൊക്കെയും രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ സൂറത്തു സുമറിന്റെ 9-ാമത്തെ വചനം നോക്കിയാൽ കാണാം: ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരല്ല എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ സമർത്ഥിക്കുന്നുണ്ട്. മനുഷ്യനെയും ഇതര ജീവികളെയും തമ്മിൽ വേർതിരിക്കുന്നത് അൽ ഇൻസാൻ ഹയവാനുൻ നാതിഖ് എന്നാണ് ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത്. മനുഷ്യൻ അല്ലാഹു തആല പ്രത്യേകമായ വിശേഷ ബുദ്ധി നൽകി. ആ വിശേഷ ബുദ്ധി കിട്ടുന്നത് യഥാർത്ഥത്തിൽ അറിവിലൂടെയാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രാജാധികാരം നൽകിയപ്പോൾ ഈ ലോകത്ത് സുലൈമാൻ നബിയെ പോലെ വാണരുളിയ മറ്റൊരാളില്ല. സോളമൻ എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു തആല കാറ്റുകളെ പോലും വഴിപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ്. മനുഷ്യരെ, ജിന്നുകളെ, ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളും, അത് കൂടാതെ കാറ്റുകൾ പോലും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വഴിപ്പെടുത്തി കൊടുത്തു. അത് ചോദിച്ചു വാങ്ങിയതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്. സുദീർഘമായ ചരിത്രങ്ങളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ എപ്പോഴും അത് പറയാം. നമ്മുടെ വിഷയം അതല്ല. അപ്പോ മഹാനായ ഇമാം ഇബ്നു അസാകിർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ താരീഖിൽ രേഖപ്പെടുത്തുന്നുണ്ട്: ഖുയ്യിറ സുലൈമാനു ബൈനൽ മാലി വൽ മുൽക്കി വൽ ഇൽം. അല്ലാഹു സുബ്ഹാനഹു വ തആല രാജാധികാരം കൊടുത്ത സമയത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു: നിനക്ക് സമ്പത്ത് വേണമോ അതല്ല നിനക്ക് അറിവാണോ വേണ്ടത്? അപ്പോ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് എനിക്ക് അറിവ് മതി എന്നാണ്. ഇൽമിനെയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തിരഞ്ഞെടുത്ത്. അപ്പോൾ ഫഉതിയൽ മുൽക വൽ മാൽ,
ലിഇഖ്തിയാരിഹിൽ ഇൽം. ഇബ്നു അസാകിർ അവിടുത്തെ താരീഖിൽ രേഖപ്പെടുത്തുന്നു, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അറിവ് മതി, ഇൽമു മതി എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു തആല രാജാധികാരം കൊടുത്തു, സമ്പത്ത് കൊടുത്തു, മുതൽ കൊടുത്തു, അഭിജാത്യങ്ങളും പ്രൗഢിത്തങ്ങളും എല്ലാം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തു. അതുകൊണ്ട് അറിവിനെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രണ്ടു തരത്തിലുള്ള സ്വർഗമാണ് അല്ലാഹു കൊടുത്തത്. ഒന്ന് യഥാർത്ഥത്തിലുള്ള പാരഡൈസ്, സ്വർഗം. രണ്ടാമത്തേത് വിജ്ഞാനത്തിന്റെ പറുദീസ. അതാണല്ലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മജ്ലിസുൽ ഇൽമി റൗദത്തും മിൻ റിയാദിൽ ജന്ന. അറിവിന്റെ മജ്ലിസ് അത് സ്വർഗ്ഗത്തിന്റെ പൂന്തോപ്പാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ പ്രവാചകന്മാർക്കും വ്യത്യസ്തങ്ങളായ ഇൽമുകളായിരുന്നു നൽകിയത്. ഇബ്നു അസാകിർ റഹിമഹുല്ലാ രേഖപ്പെടുത്തുന്നുണ്ട്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തത് കപ്പൽ വ്യവസായമായിരുന്നു. കപ്പൽ എങ്ങനെ നിർമ്മിക്കാമെന്ന് ലോകത്താദ്യമായിട്ട് സുന്ദരമായ കപ്പൽ ഉണ്ടാക്കിയത് പ്രവാചകനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു. കപ്പൽ ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഇൽമ് അല്ലാഹു തആല കൊടുത്തു. അതുപോലെ തന്നെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ല വ്യവസായിയായിരുന്നു. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇരുമ്പിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വഴക്കി കൊടുത്തു. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ല ഒരു വ്യവസായിയായിരുന്നു. വ്യാവസായികമായ അറിവ് അല്ലാഹു തആല ദാവൂദ് നബി അലൈഹി സ്വലാമിന് കൊടുത്തു. അതുപോലെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്ന വ്യാഖ്യാനത്തിൽ ഇബ്നു സിരീൻ റഹിമഹുല്ലാ അതിനുശേഷം വന്ന ആളാണ്. അതിനു മുമ്പ് ലോകം കണ്ട ഏറ്റവും പ്രസിദ്ധനായ സ്വപ്ന വ്യാഖ്യാതാവ് അത് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു. അതുപോലെ തന്നെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട്, റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അറിവ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല കൊടുത്തു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചികിത്സയിൽ, ആത്മീയമായ ചികിത്സ, ഏത് തരത്തിലുള്ള ചികിത്സ നോക്കിയാലും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അത്രയും നൈപുണ്യമുള്ള വേറൊരാളെ ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. വൗബിഹുൽ അക്മഹ വൽ അബ്റസ വഉഹീൽ മൗതാ ബിഇദ്നില്ലാഹ്. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ നോക്കി കഴിഞ്ഞാൽ കാണാം, കണ്ണില്ലാത്ത ആളുകൾക്ക് ഖുർആനിന്റെ വചനമാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ പോലെ ആത്മീയ തട്ടിപ്പുകാര് സ്വന്തം കള്ളക്കറാമത്തുകൾ ഉണ്ടാക്കി അത്ഭുതങ്ങൾ പറയുന്നത് പോലെയുള്ള ഒരു സംഭവം പറയില്ല, കെട്ടുകഥയല്ല, ഖുർആനാണ് പറയുന്നത്. കണ്ണില്ലാത്ത ആളുകളുടെ കണ്ണിന്റെ ഇവിടെ ഇങ്ങനെ തലോടി എന്ന് കൊടുക്കുമ്പോഴേക്കും കണ്ണിന്റെ കാഴ്ച കിട്ടുമായിരുന്നു. അതുപോലെ എത്രയോ ആളുകൾ മരിച്ചുപോയ ആളുകളെ ജീവിപ്പിക്കുമായിരുന്നു ഈസാ നബി അലൈഹി സ്വലാം. ആർക്കാ കഴിയാ? ഖുർആനാണ് പറയുന്നത്. അത്രയും ആത്മീയമായ ചികിത്സയിലും ഭൗതികമായ ചികിത്സയിലും അറിവുള്ള ഒരാളായിരുന്നു മഹാനായ സയ്യിദുനാ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുപോലെ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തേക്ക് കൊടുത്തതുപോലെ ഇൽമ് വേറെ ആർക്കും കൊടുത്തിട്ടില്ല. വമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. മാംബൂസിനെ വിശേഷിപ്പിച്ചതുപോലെ ഇതുപോലെ ഒരു ഇൽമുള്ള ആള് ഫകൻ നബിയിന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ അല്ലാഹു കൊടുത്തു. ലോകത്തെ ഏറ്റവും വലിയ സർവ്വവിജ്ഞാന കോശം അതങ്ങ് കൊടുത്തു അല്ലാഹുവിന്റെ റസൂലിനെ. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ത്വാഹ നമ്മൾ പഠിക്കണം, ഖുർആൻ പഠിക്കണം. ആ സൂറത്തു ത്വാഹയിലെ അല്ലാഹു പറയുന്നുണ്ട്, റബ്ബി സിദ്നി ഇൽമാ, നബിയെ ഇൽമു ചോദിക്കാൻ. അതിന് തൊട്ട് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. സാധാരണ ഓരോ ആയത്തുകളൊക്കെ ആയിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം വരാറുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഈ ആയത്ത് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് 113 ആയത്തുകൾ ഒരുമിച്ച് ഇറക്കി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ഖുർആനിന്റെ സുന്ദരമായ ആയത്തുകൾ ഇങ്ങനെ ഓതി കൊടുത്തു. 113 ആയത്ത് ഒരുമിച്ച് ഇറക്കി നബി തങ്ങൾക്ക്. എന്നിട്ടാണ് 114ാമത്തെ ആയത്ത് അറിവിന്റെ ഭണ്ഡാകാരത്തിന്റെ വാതായനങ്ങളിൽ നിന്ന് നിർഗളിക്കുന്ന വിജ്ഞാനത്തിന്റെ മധു നുകരാൻ വേണ്ടിയിട്ട്
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിൽ കാത്തിരുന്ന സഹാബത്തിന്റെ മുൻപാകെ 114ാമത്തെ ആയത്ത് നബിതങ്ങൾ ഓതി കൊടുക്കുകയാണ്. വഖുർ റബ്ബി സിദ്നി ഇൽമാ. നബിയെ, അറിവ് അല്ലാഹുവോട് ചോദിക്കൂ നബിയെ. 113 ആയത്ത് ഒരുമിച്ച് കിട്ടി. ഇതൊന്നും കിട്ടിയത് പോരാ, ഇനിയും ചോദിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ വിശുദ്ധമായ ഖുർആൻ അറിവിന് നൽകിയ പ്രാധാന്യം ഇതിൽ നിന്നൊക്കെ നമുക്ക് എത്ര മാത്രം ഗൗരവത്തോടെയാണെന്നുള്ളത് ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ബദറിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ശത്രുക്കളെ കൊണ്ടുവന്നു. ബന്ധനസ്ഥനാക്കിയ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോചനദ്രവ്യമായി പറഞ്ഞത്, സഹാബത്ത് അറിവില്ലാത്ത എഴുത്തും വായനയും പഠിച്ചിട്ടില്ലാത്ത സഹാബത്തിന് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കാനാണ്. പ്രിയപ്പെട്ടവരെ, ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന ആ സുന്ദരമായ ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആ ആദ്യാക്ഷരം ഖുർആനിന്റെ സുന്ദരമായ ആദ്യത്തെ സൂക്തം തന്നെ വായനയെ പരിചയപ്പെടുത്തുമ്പോ, അതിൽ തന്നെ പേനയെ പരിചയപ്പെടുത്തുമ്പോ ആലോചിക്കണം സഹോദരങ്ങളെ, അറിവിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നതിനെ പറ്റിയിട്ട്. ആള് പരലോകത്ത് വരുന്ന സമയത്ത് നരകവാസികളായ ആളുകൾ ഖേദിക്കുന്നതിനെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. നാളെ പരലോകത്ത് മനുഷ്യൻ വരുന്ന സമയത്ത് അവരെ ഖേദിച്ചുകൊണ്ട് പറയുന്നു, വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. അല്ലാഹുവിന്റെ പ്രവാചകന്മാര് വന്നിട്ട് ഞങ്ങളോട് അറിവ് പറഞ്ഞപ്പോൾ, ആ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായി ലോകത്ത് വന്ന ഉഹറവിയായ ഉലമാക്കൾ ഞങ്ങളോട് പറഞ്ഞപ്പോൾ, സത്യവിശ്വാസികളായ ആളുകൾ ഞങ്ങളോട് പറഞ്ഞപ്പോൾ, അവര് പറഞ്ഞ വിജ്ഞാനത്തെ ഞങ്ങൾ കേട്ടില്ല, അത് ഞങ്ങള് അവഗണിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ അവസ്ഥ വന്നത്. فاعترفوا بذنبهم فسحقا لأصحاب السعير. നാളെ പരലോകത്ത് വരുമ്പോ മനുഷ്യരായ ആളുകൾ, തിന്മകൾ ചെയ്ത ആളുകൾ, നല്ല അറിവ് കേട്ടിട്ട് അതിനെ അവഗണിച്ച ആളുകൾ, സത്യത്തിന്റെ പന്താവിലേക്ക് വിളിച്ചപ്പോൾ തിന്മയിലേക്ക് പോയ ആളുകൾ, അവരെ കരഞ്ഞുകൊണ്ട് വിലപിക്കുന്നതിനെ പറ്റി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് നമ്മൾ അറിവ് പറഞ്ഞു കൊടുക്കണം. അല്ലിമൂ ഔലാദക്കും, മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇൽമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നാളെ പരലോകത്തിന്റെ ഭയാനകമായ സംഭീതമായ സംഘർഷഭരിതമായ അവസ്ഥകളെ പറ്റി അല്ലാഹു തആല പരിചയപ്പെടുത്തുമ്പോ വിശ്വാസികളെ വിളിച്ചിട്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നിങ്ങൾ നരകത്തിൽ നിന്നുകൊണ്ട് കാക്കുക, വഅഹ്ലീകും നാറാ, അതുപോലെ നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾ തീയിൽ നിന്ന് കാക്കുക. അപ്പൊ നമ്മുടെ മക്കളെ, ഭാര്യമാരെ, എല്ലാവരെയും പ്രിയപ്പെട്ടവരെ അത്തരത്തിലുള്ള നരകത്തിന്റെ ഭയാനകമായ ശിക്ഷകളിൽ നിന്നുകൊണ്ട് മാറ്റി നിർത്തണമെങ്കിൽ അവർക്ക് ആത്മീയമായ വിദ്യ നമ്മൾ നുകർന്നു കൊടുക്കേണ്ടതുണ്ട്. മദ്രസ തുറക്കുന്ന സമയമായതുകൊണ്ടാണ് ഈ ഇൽമിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് വളരെ ഗൗരവത്തോടു കൂടിയിട്ട് നിങ്ങളോട് ഉണർത്തുന്നത്. മദ്രസയിൽ മക്കളെ ചേർക്കുന്നതിൽ നമ്മൾ വിമുഖത കാണിക്കുന്നു. അവർക്ക് ഭൗതികമായ വിദ്യാഭ്യാസം എമ്പാടും നമ്മൾ നൽകുന്നു, പക്ഷേ ആത്മീയമായ വിദ്യ നൽകുന്നതിൽ കുറവ് നമ്മൾ കാണിക്കുന്നു. ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണതിന്റെ ബ്രേക്കടോ. പ്രിയപ്പെട്ടവരെ, ആത്മീയ വിദ്യ ഇല്ലെങ്കിൽ, ഭൗതിക വിദ്യ മാത്രമാണുള്ളതെങ്കിൽ ബ്രേക്കില്ലാത്ത വണ്ടി പോലെയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക്
നിസ്കാരത്തെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുക, നോമ്പിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുക, സക്കാത്തിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുക, ആ സക്കാത്ത് കൊടുക്കേണ്ടതിന്റെ ഗൗരവത്തെ പറ്റി പറഞ്ഞു കൊടുക്കുക, ഹജ്ജിനെ പറ്റി പറഞ്ഞു കൊടുക്കുക, നരകത്തെയും ഖബറിന്റെയും ഭയാനകതകളെ പറ്റി പറഞ്ഞു കൊടുക്കുക. എങ്കിൽ ഒരു പരിധി വരെ യുക്തിവാദത്തിൽ നിന്നുകൊണ്ട് തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പരിധി വരെ ലഹരിയിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്താൻ നമുക്ക് സാധിക്കും. മക്കൾക്ക് 15 വയസ്സായ പിന്നെ എനിക്കൊരു ഉത്തരവാദിത്വമില്ല എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കളുണ്ട്. 15 വയസ്സ് കഴിഞ്ഞാൽ, പ്രായപൂർത്തി കഴിഞ്ഞാൽ പിന്നെ അവന് തിരിച്ചറിയാനുള്ള പക്വതയായല്ലോ, ഇനി അവന്റെ ഇഷ്ടത്തിന് അവൻ നടക്കട്ടെ എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കളുണ്ട്. അവർ ഈ ആയത്ത് ചിന്തിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞപ്പോ പ്രായപരിധി അവിടെ പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മക്കൾ വഴിതെറ്റിപ്പോകുമ്പോൾ ആ മക്കൾ അതിൽ നിന്നുകൊണ്ട് തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിയണം. അതിന്റെ 3 കാര്യങ്ങൾ അവർക്ക് നമ്മൾ നൽകേണ്ടതുണ്ട്. വിറ്റാമിൻ എൻ എന്ന് പറയും. never agree all demands of child. മക്കളെ പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു കൊടുക്കലല്ല, ചിലതിനൊക്കെ നോ പറയാൻ നമുക്ക് സാധിക്കണം. എല്ലാം യെസ് അല്ല പറയേണ്ടത് പ്രിയപ്പെട്ടവരെ. അവർക്ക് ആദ്യമായി നമുക്ക് നൽകേണ്ടത് അഫെക്ഷൻ ആണ്, അഥവാ സ്നേഹമാണ് അവർക്ക് നൽകേണ്ടത്. സ്നേഹം കൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ ധന്യരാക്കണം. സ്നേഹം കിട്ടാതെ വരുമ്പോ ആ സ്നേഹം കിട്ടുന്ന സ്ഥലത്തേക്ക് പലപ്പോഴും നമ്മുടെ മക്കൾ പോകും. അതൊരു പക്ഷേ ലഹരി മാഫിയയുടെ വലകളിലേക്കാകാം, അല്ലെങ്കിൽ ശുദ്ധവർഗത്തിന്റെ വാഗ്ദാക്കളായ തിന്മയുടെ ഉപാസകരിലേക്കായി മാറാം. കോളേജ് ക്യാമ്പസുകൾ അറിവിന്റെ ആദ്യാക്ഷരം നുകരുന്ന വിജ്ഞാനത്തിന്റെ പറുദീസകളായ കലാലയങ്ങൾ, അവിടങ്ങളിൽ നിന്ന് ഇന്ന് നമ്മുടെ മക്കൾ നേടുന്ന അറിവെന്ന് പറയുന്നത് എങ്ങനെ ലഹരി ഉപയോഗിക്കാമെന്നാണ്. ഈ അടുത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ട് അത്ഭുതം പോയി. ജനനേന്ദ്രിയങ്ങളിൽ പോലും ലഹരി കുത്തിവെച്ചുകൊണ്ട് ആനന്ദം കൊള്ളുന്ന മക്കൾ നമ്മുടെയൊക്കെ കലാലയങ്ങളിൽ ഉണ്ട് എന്നതിനെ പറ്റിയിട്ട് അദ്ദേഹം പിടിച്ച ഒരു കേസുമായി ബന്ധപ്പെട്ട് പൊന്നാനിയിൽ നിന്നുകൊണ്ട്, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ പൊന്നാനിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പിടിച്ച ഒരു മുസ്ലിം ചെറുപ്പക്കാരനെ പറ്റിയിട്ട് അദ്ദേഹം ക്ലാസ്സിൽ ഉണർത്തുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഏത് രൂപത്തിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. നമ്മൾ ചിലപ്പോൾ അവന്റെ പോക്കറ്റിൽ തിരയും. എന്തിന്? ലഹരിയുണ്ടോ, കഞ്ചാവുണ്ടോ, മറ്റേതുണ്ടോ എന്ന് നോക്കിയിട്ട്. എന്നാൽ വളരെ വിദഗ്ധമായിട്ട് നമ്മുടെ മക്കൾ നമ്മളെ പറ്റിക്കുകയാണ്. കാരണം അവർ അതിൽ PhD എടുത്തിരിക്കുകയാണ്. ലഹരിയെ പറ്റി എങ്ങനെ ലഹരി ഉപയോഗിക്കാം, മാതാപിതാക്കൾ കാണാതെ ഏത് തരത്തിൽ ഉപയോഗിക്കാം എന്നതിനെ പറ്റി. അതുകൊണ്ട് ആ മക്കൾക്ക് സ്നേഹം നമ്മൾ കൊടുത്ത് എപ്പോഴും അമിതമായ ഉപദേശം നൽകാതെ വേണ്ട സ്ഥലത്ത് വേണ്ടതുപോലെയുള്ള ഉപദേശവും ചേർത്ത് പിടിക്കലും നമ്മൾ നടത്തണം. അപ്പോൾ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് അഫെക്ഷൻ, സ്നേഹം അവർക്ക് കൊടുക്കലാണ്. രണ്ടാമതായി ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ പ്രൊട്ടക്ഷൻ, അവർക്ക് സംരക്ഷണം നൽകണം. എല്ലാത്തിൽ നിന്നുകൊണ്ട് അവരെ നമ്മൾ വീക്ഷിക്കണം. ഇത്തവണ സ്കൂൾ അടച്ച സമയത്ത് രക്ഷിതാക്കളോടൊക്കെ അധ്യാപകർ വരാൻ വേണ്ടി പറഞ്ഞ മക്കളെ കൂട്ടിക്കൊണ്ടുപോകാൻ കാരണം എന്താ? ഏറ്റവും കൂടുതൽ ലഹരിക്ക് അടിമപ്പെടുന്ന സമയം സെന്റ് ഓഫ് നടത്തുന്ന സമയങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ മക്കളെ സംരക്ഷിക്കണമെന്ന് അധ്യാപകർ പ്രത്യേകമായി വിളിച്ചു പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി പറഞ്ഞ ഈ സംരക്ഷണം അത് ലഹരി മാഫിയകളിൽ നിന്ന് മാത്രമല്ല, മോശമായ കൂട്ടുകെട്ടിൽ നിന്ന് മാത്രമല്ല, ഏതെല്ലാം തരത്തിൽ തിന്മകളിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങളുണ്ടോ അതിൽ നിന്നുകൊണ്ട് നമ്മുടെ മക്കളെ സംരക്ഷിക്കണം. മൂന്നാമതായിട്ട് ഡയറക്ഷൻ, നേർവഴി അവർക്ക് കാണിച്ചു കൊടുക്കണം. നേർവഴി എന്ന് പറയുന്നത് ആളുകള് നമ്മെ പഠിപ്പിച്ച ആ സുന്ദരമായ അതെയും പ്രിയപ്പെട്ടവരെ അത് പഠിപ്പിച്ച് നമ്മൾ കൊടുക്കുക. അത്തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് മദ്രസകളിൽ നിന്നുകൊണ്ട് നൽകുന്നത്. മദ്രസയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നു, അള്ളാഹുവിന്റെ നാട്ടിനെ പരിചയപ്പെടുത്തുന്നു, അള്ളാഹുവിന്റെ സിഫാത്തിനെ പരിചയപ്പെടുത്തുന്നു, അതൊക്കെ പഠിപ്പിക്കുന്നു. എങ്ങനെയാണ് മാതാപിതാക്കളോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് മൂത്തവരോട് പെരുമാറേണ്ടത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മക്കൾക്കൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു. വാപ്പ
വാപ്പാടെ മുമ്പിൽ ബീഡി വലിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ വീഡിയോ സിഗരറ്റോ വലിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? വാപ്പാടെ അടുത്തൊന്നും വലിക്കൂല, മാറിപ്പോവായിരുന്നു. ഇന്നത്തെ മക്കളെന്ന് പറഞ്ഞാൽ വാപ്പ വലിക്കാനെയാ വാപ്പാടെ കാരണവരെ പള്ളിക്കാട്ടിലേക്ക് പോവാറായാലും ഇവിടെ നാട്ടിൽ പറഞ്ഞിട്ട് മേടിച്ച് വലിക്കുന്ന ഒരവസ്ഥയിലേക്കായിരുന്നു. പണ്ട് കാലങ്ങളിലൊക്കെ മൂത്തവരെ വരുമ്പോ മടിക്കുത്ത് കുത്തിയിരിക്കുകയാണെങ്കിൽ അത് അഴിച്ചുടായിരുന്നു ബഹുമാനിച്ചിട്ട്. ഇന്നത്തെ മക്കൾക്ക് അങ്ങനെയുള്ള ഒരു റെസ്പെക്ട് ഒന്നുമില്ല. കാരണം മദ്രസ വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളത് തന്നെ. രണ്ടാമത്തേത്, വീട്ടിൽ നിന്നുകൊണ്ട് അത്തരത്തിലുള്ള അറിവുകൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മീയമായ വിദ്യയുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയിട്ട് അത്തരത്തിലുള്ള ഇൽമുകൾ പകർന്നു കൊടുക്കുക. വെക്കേഷൻ ടൈമാണ്, നമുക്ക് അല്ലാഹു തആല നൽകിയ വരദാനമാണ് നമ്മുടെ മക്കൾ. 5ഉം 6ഉം ഒക്കെ മക്കൾക്ക് നമുക്ക് തന്നിട്ട്, 4ഉം 3ഉം മക്കളെ തന്നിട്ട് ഒരു മോനെങ്കിലും അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന ഹാഫിദ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ ഇൽമു പഠിച്ച ഒരു മുതഅല്ലിമാകണം, ഒരു ആലിമാകണം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് മയ്യത്ത് നിസ്കരിക്കാൻ അറിയുന്നവനാകണം എന്നുള്ള ഒരു ചിന്ത നമുക്ക് വന്നിട്ടുണ്ടോ? അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഗൗരവത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെയും നമ്മുടെ മക്കളെയും എല്ലാ തിന്മകളിൽ നിന്നുകൊണ്ട് അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ, നാഫിയായ ഇൽമു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ള ഒരു വിഷയം, ഇപ്പൊ നമ്മള് ശവ്വാൽ മാസത്തിലാണ്. ശവ്വാൽ മാസത്തിൽ ഒരു 6 നോമ്പ് നോക്കുന്നതിനെ പറ്റി നമുക്കൊക്കെ അറിയാം, പക്ഷെ നമ്മൾ പലരും നോക്കാറില്ല. എന്നാൽ അതിന്റെ ശ്രേഷ്ഠത ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ നിന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം മുസ്ലിം അവിടുത്തെ സഹീഹിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു പോലെയുള്ള മഹാന്മാർ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ സ്വാമ റമദാന, ഒരാൾ റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റു, തുമ്മ അത്ബഅഹു സിത്തം മിൻ ശഅബാന, എന്നിട്ട് അതിനെ തുടർത്തിക്കൊണ്ട് ശഅബാൻ മാസത്തിൽ നിന്നുകൊണ്ട് 6 നോമ്പ് നോറ്റു, എന്നാൽ ഫദാലിക സിയാമുദ് ദഹർ, വർഷം മുഴുവൻ, ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റ പ്രതിഫലമാണ് അവന് ലഭിക്കുന്നത് എന്ന് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമുക്കൊരു സംശയം ഉണ്ടാവും, അപ്പൊ ശവ്വാലിന്റെ തുടക്കത്തിൽ തന്നെ ഒരു മാസം നോമ്പ് നോറ്റ് പലരും ക്ഷീണിതരായിരിക്കും ചിലര്. അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ യാത്രകളൊക്കെ നടത്തുന്നത് പെരുന്നാളിന്റെ ലീവിന്റെ സമയത്ത്. ഇപ്പൊ സ്കൂൾ വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ വീട്ടിൽ വിരുന്നുകാരൊക്കെ ഉണ്ടാവും. അപ്പൊ അതിഥിക്ക് നോമ്പില്ലെങ്കിൽ എന്താവും, നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നോമ്പ്, സുന്നത്ത് നോമ്പാണെങ്കിൽ നോമ്പ് മുറിക്കൽ സുന്നത്തുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ അവസ്ഥകൾ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്ന കാര്യം മഹാന്മാരായ ഉലമാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ആ ശവ്വാൽ മാസം തീരുന്നതിന് മുമ്പ് 6 നോമ്പ് എടുത്താൽ മതി. അതിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് മഹാന്മാര് പറഞ്ഞല്ലോ, ഫദാലിക സിയാമുദ് ദഹർ, വർഷം മുഴുവൻ നോമ്പ് നോക്കുന്നതിന്റെ പ്രതിഫലമാണെന്ന്. അതിന്റെ കാരണം ലിഅന്നൽ ഹസനത ബിഅശ്രി അംസാലിഹ, ഒരു നോമ്പ്, റമദാനിലെ ഒരു നോമ്പിന് 10 വെച്ച് പ്രതിഫലം. അപ്പൊ 30 × 10 ആവുമ്പോൾ എത്രയായി? 300 ബാക്കിയുള്ള ശവ്വാലിനെ 6 നോമ്പിന് 10 വെച്ച് കുടിച്ചു നോക്കുമ്പോ 360, ഓരോ നോമ്പിനും 10 വെച്ച്, അങ്ങനെ 360 പ്രതിഫലം. അതാണ് വർഷം മുഴുവൻ നോമ്പ് നോട്ട പ്രതിഫലം എന്ന് പറയുന്നത്. ഇനി ഖളാഉള്ള ആളുകളാണെങ്കിൽ ആ ഖളാഉ വീട്ടാൻ വേണ്ടിയുള്ള നിയ്യത്ത്, റമദാൻ മാസത്തിന്റെ ഖളാആയ നോമ്പ് വീട്ടുന്നു എന്നുള്ള നിയ്യത്ത് വെക്കുന്നതോടൊപ്പം തന്നെ ആ സുന്നത്ത് നോമ്പ് കൂടി കരുതി കഴിഞ്ഞാൽ അതിന്റെ കൂടെ പ്രതിഫലം കിട്ടും. ഇനി തിങ്കളാഴ്ച ആണെങ്കിൽ അതിന്റെ കൂടെ നിയ്യത്ത് ചെയ്താലോ ആ പ്രതിഫലം കൂടി കിട്ടും. ഇത് പ്രത്യേകമായി ഓർക്കുകയാണ്. അല്ലാഹു തആല നമുക്കതൊക്കെ നോക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർച്ചയായി ചെയ്യലാണ് നല്ലത്. ഇനി പറ്റിയില്ലെങ്കിൽ ഇടക്കിടക്കാണെങ്കിൽ ശവ്വാൽ തീരുന്നതിന് മുമ്പ് നോറ്റാൽ മതി. ശവ്വാൽ കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പ്രതിഫലം കിട്ടുകയില്ല. പ്രിയപ്പെട്ടവർ, അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജുമുഅ നമസ്കാരം കഴിഞ്ഞാൽ വഖഫ് ബില്ലിലെ നമ്മുടെ സമുദായത്തിനെതിരായിട്ടുള്ള നിയമങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ആഹ്വാനം ചെയ്തിട്ടുള്ള ഒരു പ്രതിഷേധം, അത് ഇൻഷാ അല്ലാഹ് ജുമുഅ നമസ്കാരം കഴിഞ്ഞാൽ പള്ളിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നടക്കുന്നതാണ്. നമ്മുടെ അടിമാലി മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടി. എല്ലാവരും പങ്കെടുക്കും. കാരണം 3 കാര്യങ്ങളാണ് ഈ വഖഫ് ഭേദഗതി ബില്ലിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ മുമ്പ് വഖഫുമായി ബന്ധപ്പെട്ട് വിശദമായി ഒരു പ്രസംഗം നടത്തിയതാണ്. അവിടെ നിങ്ങൾക്ക് എന്താണ് വഖഫ് എന്നോ കയ്യേറിയതിനെ ഗൗരവങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാം. 3 കാര്യങ്ങളാണ് ഇപ്പൊ ഈ ബില്ല് കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്.
ഒന്ന് വഖഫ് സ്വത്ത് കയ്യേറുക എന്നുള്ളത്. ഇത് മൂന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താ ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല, നമ്മൾ അതിനെപ്പറ്റി പഠിക്കാറില്ല. ഈ വഖഫ് നിയമം അതെങ്ങനെ ചാത്തപ്പൻ എന്ന മത്സരം എന്ന് പറഞ്ഞു, ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. കാരണം ഇതിന്റെ ഗൗരവം എന്ന് പറഞ്ഞാൽ ചെറുതല്ല. വഖഫ് സ്ഥാപനങ്ങൾക്കെതിരെ ഒരാൾ പരാതി കൊടുത്തു, നമ്മുടെ അടിമാലി പള്ളിക്കെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും വഖഫ് ചെയ്ത സ്ഥാപനത്തിനെതിരെ ഒരാൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് വഖഫാണെന്ന് തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കണം. മനസ്സിലായോ? ആ സമർപ്പിക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തിട്ടുള്ള ആ രേഖയിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ അത് നേരെ എന്ത് ചെയ്യും? വഖഫ് അല്ലാതാക്കി മാറ്റി സർക്കാരിലേക്ക് പോകുന്ന ഒരവസ്ഥ. മനസ്സിലായോ? ഒന്നാമത് ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. പല വഖഫ് സ്ഥാപനങ്ങളും വർഷങ്ങൾക്ക് മുമ്പ് വഖഫ് നൽകിയതാണ്, വാക്കാൽ നൽകിയതാണ്. അതിനൊന്നും ചിലപ്പോൾ രേഖ ഉണ്ടാവൂല. ഇതൊക്കെ വഖഫ് അല്ലാതായി തീരും. ഒന്ന്. രണ്ടാമത്, കേന്ദ്ര സർക്കാരും തൽപര കക്ഷികളും വഖഫിന്റെ പല സ്വത്തുകളും ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ വാടക നൽകാതെ നേരെ അങ്ങോട്ടാക്കിയെടുക്കാൻ ഇതുകൊണ്ട് സാധിക്കും. മൂന്നാമത്, മുസ്ലിമീങ്ങൾ അനാവശ്യമായി ഭൂമികൾ കയ്യേറുകയാണെന്നും അനാവശ്യമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും വരുത്തി തീർക്കുവാനും ഒരു വർഗീയ ധ്രുവീകരണം, ഹിന്ദു മുസ്ലിം ധ്രുവീകരണം ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കുകയും അതോടൊപ്പം തന്നെ അത് വോട്ട് ബാങ്കാക്കി മാറ്റി ഇനിയും അധികാരത്തിൽ കയറാനും ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള ഈ വഖഫ് ഭേദഗതി ബില്ലിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരു നിലക്കും നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് നിയമം അനുശാസിക്കുന്ന രൂപത്തിലൂടെ, സമാധാനപരമായ രൂപത്തിൽ, പറഞ്ഞിട്ട് ഏതൊരു വണ്ടിക്ക് കല്ലെറിഞ്ഞ് പ്രതിഷേധിക്കുക, അതല്ല, സമാധാനപരമായ രൂപത്തിലൂടെ നമ്മൾ നമ്മുടെ പ്രതിഷേധം നമ്മൾ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ജുമാ നമസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും അതിൽ പങ്കെടുക്കുക.